ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായിട്ട് രോഗത്തിന്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുകയല്ലേ. സൗഖ്യം തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അത് നേടുവാൻ സാധിക്കാതെ വേദനിച്ച് നീറിക്കഴിയുന്ന ഒരു വ്യക്തി. ഈശോ വന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹമില്ലേ? അവൻ വേദനയോടുകൂടി പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ല. സ്നേഹമുള്ളവരെ, നമ്മളായിരിക്കുന്ന സമൂഹത്തില് ഒരുപക്ഷെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാ. സഹായിക്കാൻ ആരുമില്ലാതെ വേദനിച്ച് നീറിക്കഴിയുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. വലിയ ഭവനങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, കോടികളുടെ ഭവനങ്ങളാ. ഈ ഭവനത്തില് ആരാണുള്ളത്? അപ്പനും അമ്മയും വേദനിച്ച് രോഗാവസ്ഥയില് നീറി കഴിയുക. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ അവർക്ക് സന്തോഷമില്ല, അവർക്ക് സമാധാനമില്ല. അവരെ ശുശ്രൂഷിക്കാനായിട്ട് മക്കളില്ല. മക്കൾക്ക് അവരോട് സംസാരിക്കാനായിട്ടോ അവരുടെ കൂടെ ഇരിക്കാനായിട്ടോ ഇന്ന് സമയമില്ല. പണത്തിന്റെ പിന്നാലെ ഓടുകയാ. വേദനിച്ച് നീറിക്കഴിയുന്നവരുടെ എണ്ണം ഇന്നേറുക. അവരെ സഹായിക്കാൻ ആരുമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവർ. സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റിലും ഒത്തിരിയേറെ പേരുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് തീരുന്നത്. ഈ 38 വർഷമായിട്ട് ഈ വേദനയിലൂടെ കഴിയുന്ന ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് ആരുമില്ല. എല്ലാവരും വരുന്നു, അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകും. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. സ്വാർത്ഥത നിറഞ്ഞ ലോകം. എല്ലാ കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ഇന്നേറി വരിക. അതുകൊണ്ടാണ് ഒത്തിരിയേറെ പേര് വേദന അനുഭവിക്കുമ്പോഴും അവരെ സഹായിക്കാനായിട്ട് ആരുമില്ലാതെ കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദനകൾ കാണാനായിട്ട് സാധിക്കണം. സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട്, വേദന അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരെ സഹായിക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട്, അവരുടെ ഒപ്പം ഇരുന്ന് അവരെ കേൾക്കുവാനായിട്ട്, അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട്, അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.